മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്. റമദാനിലെ അവസാനത്തെ 10 വന്നെത്തിയാൽ ഇദാ ദഖലൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ വന്നെത്തിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷദ്ദ മിഅ്സറ, അദ്ദേഹത്തിൻ്റെ മുണ്ട് മുറുക്കി കൊടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ അവസാന സമയമാണ്, ഇനി കൂടുതൽ സമയം നമ്മുടെ മുമ്പിലില്ല. ഉള്ള സമയത്ത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ട ജാഗ്രതയോടെ ഇറങ്ങിത്തിരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ വഹിയൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു. ലൈലത്തുൽ ഖദർ അവസാന 10-ലാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒറ്റയായ രാവിലടക്കം അവസാനത്തെ 10-ലെ രാത്രികൾ മുഴുവൻ പ്രവാചകൻ ഉറക്കമൊഴിച്ച് ആരാധനകൾ മുഴുകി, പ്രാർത്ഥനകളിൽ മുഴുകി, ഖുർആൻ പാരായണത്തിൽ മുഴുകി ചെലവഴിക്കുമായിരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, രാത്രിയെ ജീവിപ്പിക്കുക എന്നത് വലിയൊരു ഇബാദത്താണ്. അതുകൊണ്ട് റമദാനിലെ അവസാനത്തെ 10-ൽ, പ്രത്യേകിച്ചും ഒറ്റയായ രാവിൽ നമുക്ക് ഉണർന്നിരിക്കാൻ സാധിക്കണം. പ്രാർത്ഥനകളിലും നമസ്കാരങ്ങളിലും അതുപോലെ ഖുർആൻ പാരായണത്തിലുമൊക്കെയായി ആ രാത്രി മുഴുവൻ ചെലവഴിക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അതിൻ്റെ പകൽ സമയങ്ങളിൽ നമുക്ക് നടത്താം. ചിലപ്പോൾ രാത്രിയിൽ 5-6 മണിക്കൂർ ഉറക്കമൊഴിഞ്ഞിരിക്കണമെങ്കിൽ പകലും രാത്രിയും കൂടി ഒരുപോലെ ഉറക്കമൊഴിഞ്ഞിരിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അപ്പോൾ പകൽ സമയങ്ങളിൽ കിട്ടുന്ന ഇടവേളകളിലൊക്കെ ആവശ്യമായ റെസ്റ്റ് എടുത്തുകൊണ്ട് ഈ ഒറ്റയായ രാവുകളുടെ രാത്രി ഉണർന്നിരിക്കുക എന്നത് വലിയ പ്രതിഫലം കിട്ടുന്ന ലൈലത്തുൽ ഖദർ എന്ന 84 വർഷക്കാലത്തെ ഒരു മനുഷ്യായുസ്സിൽ ചെയ്താൽ തീരാത്തത്ര സൽക്കർമ്മങ്ങൾ ഒരു രാത്രി കൊണ്ട് കിട്ടും എന്നാണ്. മൂന്നാമത് പറയുന്നത്, പ്രവാചകൻ വൈക്കൽ അഹ്ലഹു, ഈ പ്രാധാന്യമെല്ലാം തൻ്റെ കുടുംബത്തെ ബോധവൽക്കരിക്കുമായിരുന്നു, കുടുംബത്തെ കൂടി വിളിച്ചുണർത്തി ഇതിൻ്റെ ഗൗരവം സൂചിപ്പിക്കുമായിരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, റമദാൻ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ തുച്ഛമായ ദിവസങ്ങളാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളുടെ ശ്രേഷ്ഠത, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ ആ രാത്രിയുടെ ശ്രേഷ്ഠത, അതൊക്കെ കരസ്ഥമാക്കാൻ നമുക്ക് കഴിയണം. ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം.